ജെസ്സി ജെയ്സൺ വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം അംഗങ്ങൾ നടത്തുന്ന എൻ്റെ ഭാരതം എന്ന മത്സരത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരിനെ പറ്റിയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കേ സംസ്ഥാനമാണ് മണിപ്പൂർ. 1972 മണിപ്പൂർ നിലവിൽ വന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മുഹമ്മദ് അലാമുദ്ദീൻ. ഇന്ത്യയുടെ രത്നമെന്നാണ് മണിപ്പൂർ അറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരു തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് മണിപ്പൂരിൻ്റെ സ്ഥാനം. ഇവിടുത്തെ ഭൂപ്രദേശവാസികൾ കൂടുതലും സംസാരിക്കുന്ന ഭാഷ മണിപ്പൂരിയാണ്. ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷയായി ഇവിടെ സംസാരിക്കപ്പെടുന്നു. മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാലാണ്. അതിരുകൾ വടക്ക് നാഗാലാൻഡ്, തെക്ക് മിസോറം, പടിഞ്ഞാറ് ആസാം, കിഴക്ക് മ്യാൻമാർ എന്നിവയാണ്. മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇറോം ശർമ്മളയാണ്. മണിപ്പൂരിൻ്റെ സവിശേഷതകളിലൊന്ന് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും കുന്നുകളും നദികളും നിറഞ്ഞ ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. മണിപ്പൂരിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഇന്ത്യ രാഷ്ട്രീയക്കാരനും മുൻ ഫുട്ബോൾ കളിക്കാരനും പത്രപ്രവർത്തകനുമായ ബിരാൻ സിംഗ് ആണ്. ഗവർണർ അജയ് കുമാർ ഭയ്യ. മണിപ്പൂർ ജനങ്ങളിലെ പ്രധാനപ്പെട്ട കൃഷി നെല്ലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളയും നെല്ലാണ്. കൂടാതെ കന്നുകാലി വളർത്തലും ഒരു പ്രധാന വരുമാന മാർഗമാണ്. പരുത്തി, എണ്ണക്കുരുക്കൾ, കരിമ്പ് എന്നിവയും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയും അവർ കൃഷി ചെയ്യുന്നുണ്ട്. കൈത്തറി വ്യവസായത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിലെ കൈതച്ചക്ക ലോക പ്രസിദ്ധമാണ്. മണിപ്പൂർ ആളുകളുടെ ഭക്ഷണം അരി കൊണ്ടുള്ളതാണ്. കൂടാതെ മത്സ്യം, മാംസം, പച്ചക്കറികൾ എന്നിവയും മണിപ്പൂരിൻ്റെ പാചക രീതിയിൽ പുളിപ്പിച്ച ഭക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പാരമ്പര്യമായി ഇവിടുത്തെ ആളുകളുടെ വേഷം സ്ത്രീകൾ സാരിയും പുരുഷന്മാർ ധോത്തിയുമാണ്. തല മുതൽ കാൽപാദം വരെ മൂടുന്ന വസ്ത്രമാണ് ഇവിടുത്തെ ആളുകൾ ധരിക്കുന്നത്. മണിപ്പൂരിൻ്റെ വിനോദസഞ്ചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണിപ്പൂരിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകമാണ്. അത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കൂടാതെ മണിപ്പൂർ രാജവംശത്തിൻ്റെ പഴയകാല തലസ്ഥാനമായ കാങ്കുള കൊട്ടാരം, ചരിത്രവും പൈതൃകവും കാണിക്കാൻ സഹായിക്കുന്ന മണിപ്പൂർ സ്റ്റേറ്റ് മ്യൂസിയം, സെൻട്രൽ നാഷണൽ പാർക്ക് എന്നിവയുമെല്ലാമാണ്. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് മണിപ്പൂരി. മണിപ്പൂരി ഒരു ക്ലാസിക്കൽ നൃത്തമാണ്. രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു നൃത്തരൂപമാണ് മണിപ്പൂരി. വളരെ ഭംഗിയുള്ളതും ശാന്തമായ ചലനത്തോടും കൂടിയാണ് കൈകളും കാൽമുട്ടുകളും ഉപയോഗിച്ച് താളം പിടിക്കുന്നു. മണിപ്പൂരി നൃത്തത്തിൽ പാരമ്പര്യമായിട്ടുള്ള സംഗീതോപകരണമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. മണിപ്പൂരിലെ മതം ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു മതസൗഹാർദ്ദത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും തടാകങ്ങളും പുണ്യസ്ഥലങ്ങളും ചേർന്ന മണിപ്പൂരിനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണത്. അനുഭവമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും പ്രകടോജ്വലമായ സ്മാരകങ്ങളുടെയും ഉദാത്തമായ തടാകങ്ങളും നദികളും സ്വാഭാവിക ഗുഹകളും മറ്റും പല ആകർഷണങ്ങളും അടങ്ങിയുള്ള ഒരു ഈറ്റില്ലമാണ് മണിപ്പൂരിൻ്റെ പ്രത്യേകത. മണിപ്പൂരിലെ കാലാവസ്ഥ വർഷം മുഴുവനും മനോഹരമായിട്ടുള്ളതാണ്. മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാൽ നിരവധി ടൂറിസ്റ്റ് പോയിൻ്റ് ഉള്ളതാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.